السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. വേനൽ ചൂട് തുടങ്ങിയതുകൊണ്ട് തന്നെ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ നമുക്കൊക്കെ ഉണ്ടാകണം. വെള്ളം അല്ലാഹു തആലയുടെ ഏറ്റവും വലിയ നിഅമത്താണ് എന്നാണ് ഖുതുബയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജസ് ശുദ്ധിയാക്കുന്നിടത്ത് വരെ എത്ര നിയന്ത്രണമാണ് വെള്ളത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആറാബിയായ മനുഷ്യൻ പള്ളിയിൽ മൂത്രമൊഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹരീഖു അലാ ബൗലിഹി ദനൂബം മിനൽ മാഅ്. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നിങ്ങൾ ആ മൂത്രം തുടച്ചു വൃത്തിയാക്കൂ, ശുദ്ധിയാക്കൂ എന്നാ പറഞ്ഞ്. അപ്പോൾ പള്ളിയിലെ നജസ് വൃത്തിയാക്കാൻ തന്നെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാനാണ് നബി തങ്ങളുടെ ഓർഡർ. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുട്ടിയെ എടുത്തു. 2 വയസ്സ് തികയാത്ത, പാലല്ലാത്തൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയെ മടിയിലിരുത്തിയപ്പോൾ ആ കുട്ടി മൂത്രമൊഴിച്ചു. ഫദആ ബിമാഇൻ ഫനളഹഹു വലം യഗ്സിൽഹു. കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ മൂത്രമായ സ്ഥലത്തേക്ക് വെള്ളം കുടഞ്ഞു. ആ വസ്ത്രം കഴുകിയിട്ടില്ല. അതെല്ലാം വെള്ളം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം എത്ര കർശനമായിട്ടാണ് വെള്ളം നിയന്ത്രിക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. താഹുദു മആതിഫു സുന്നത്താണ് എന്ന് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ പഠിക്കും. ചുളിഞ്ഞ സ്ഥലങ്ങൾ ശ്രദ്ധിച്ച് കഴുകണം. വുളു എടുക്കുമ്പോഴും സുന്നത്താണ്, കുളിക്കുമ്പോഴും സുന്നത്താണ്. വുളു എടുക്കുമ്പോൾ പിന്നെ ഓരോ അവയവങ്ങളും കഴുകുമ്പോഴാണ് ശ്രദ്ധിച്ച് കഴിയേണ്ടത്. കുളിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കുളിയുടെ മുന്നോടിയായി ചെയ്യേണ്ട സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ചുളിഞ്ഞ സ്ഥലങ്ങൾ ശ്രദ്ധിച്ച് കഴിയുക. എന്താ അത് സുന്നത്താക്കാനുള്ള കാരണം? റംലി ഇമാം നിഹായിൽ പറഞ്ഞു, ലി അന്നഹു അഖറബു ഇല സിഖതി ബിവുസൂലിൽ മാഇ വഅബ്അദു അനിൽ ഇസ്റാഫ്. അതിനെക്കൊണ്ട് 2 ഗുണമുണ്ട്. കുളിക്കുന്നതിന് മുമ്പേ ചുളിഞ്ഞ സ്ഥലങ്ങളെല്ലാം ഒരാൾ ശ്രദ്ധിച്ച് അതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴുകി കഴിഞ്ഞാൽ ഒന്ന് കുളി കഴിയുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തി എന്നുള്ള ഉറപ്പ് കിട്ടും. പിന്നൊരു ഗുണം എന്താ? പിന്നൊരു ഗുണം കൂടുതലായിട്ട് ആ കുളിയിൽ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം വരൂല. ഇത് തലയിലേക്ക് ഇങ്ങനെ വെള്ളം പാരുമ്പോൾ ചുളിഞ്ഞ സ്ഥലത്തിലേക്ക് വെള്ളം എത്തിയോ ഇല്ലേ എന്നുള്ള സംശയം കൊണ്ട് പിന്നെയും പാർന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ചുളിഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വട്ടം തലയിലേക്കങ്ങ് വെള്ളം പാർന്നാൽ കുളിയും കഴിഞ്ഞിട്ട് പോരാം. അതുകൊണ്ടാണ് ചുളിഞ്ഞ സ്ഥലങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് കഴുകാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 3 വട്ടത്തിനേക്കാൾ കൂട്ടുന്നത് സ്വന്തം പറമ്പിലെ കിണറിലെ വെള്ളമാണെങ്കിൽ കറാഹത്താണ്. അതേസമയം ശുദ്ധീകരണത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതായ പൊതുവായ വെള്ളങ്ങളിൽ നിന്ന് വുളൂഇലാണെങ്കിലും കുളിയിലാണെങ്കിലും 3 വട്ടത്തിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് ഹറാമാണ്. ഈ മസല പറയുന്ന സമയത്ത് ഫതാവ സുബൈരിയിൽ ഒരു ചർച്ചയുണ്ട്. വളരെ കൗതുകമുള്ളൊരു ചർച്ച. എന്താ? 3 വട്ടത്തിനേക്കാൾ കൂടുതൽ സ്വന്തം പറമ്പിലെ വെള്ളത്തിലാണെങ്കിൽ കറാഹത്തും, പള്ളിയിലെ പോലത്തെ പൊതു സ്ഥലങ്ങളിലെ വെള്ളങ്ങളിൽ നിന്ന് 3 വട്ടത്തിനേക്കാൾ കൂടുതൽ വുളൂഎടുക്കുമ്പോഴും കുളിക്കുമ്പോഴും തടവുന്നതും കഴുകുന്നതൊക്കെ ഹറാമാന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാം കാരണമായിട്ട് പറയുന്നെന്താ? വെള്ളം കൂടുതലായിട്ട് ചിലവാക്കലുണ്ട്, വെള്ളം അമിതമായി പായാക്കലുണ്ട് എന്നല്ലേ. അപ്പോൾ പിന്നെ ഹൗദിലാണെങ്കിൽ ഈ പ്രശ്നം ഇല്ലല്ലോ. ഹൗദിലൂടെ ഉളുവെടുത്ത് കഴിഞ്ഞാൽ ആ ഉളുവെടുത്ത വെള്ളം പിന്നെയും ഹൗദിലേക്ക് തന്നെയല്ലേ പോകുന്നു. അപ്പോൾ വെള്ളം പായായി പോകുന്ന പ്രശ്നമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹൗദിലാണെങ്കിലും പാടില്ല, കറാഹത്ത് ഹറാമ് എന്ന ഹുക്മ നിലനിൽക്കുന്നുണ്ടോ എന്നാരോ മഹാനവറുകളോട് ഫത്വ ചോദിച്ചപ്പോൾ മഹാനവറുകൾ കൊടുത്ത ഫത്വ ഖുർദിയുടെ ഹാമിസിലാണ് ആ ഫതാവയുള്ളത്. അതിൽ പറയുന്നുണ്ട്, മഹാന്മാരായ ഇബ്നു ഹജർ തങ്ങളടക്കമുള്ള, റംലി ഇമാം അടക്കമുള്ള പണ്ഡിതന്മാരെല്ലാം നിരുപാധികം 3 വട്ടത്തിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ടാപ്പിൽ നിന്ന് വുളു എടുക്കുന്നവനാണെങ്കിലും, കിണറിൽ നിന്ന് വുളു എടുക്കുന്നവനാണെങ്കിലും, കുളത്തിൽ നിന്ന് വുളു എടുക്കുന്നവനാണെങ്കിലും, കടൽ കരയിൽ നിന്ന് വുളു എടുക്കുന്നവനാണെങ്കിലും എല്ലാവരും അതിൽപ്പെട്ടു. യുക്റഹുൽ ഇസ്റാഫു ഫിൽ മാഇ വലൗ അല ശത്ത്. കടൽ കരയിൽ നിന്ന് വുളു എടുക്കുന്നവൻ വരെ അമിതമായി ഉപയോഗിക്കുന്നത് ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ആരാ പറഞ്ഞ ഹൗദിൽ നിന്ന് 3 വട്ടത്തിനേക്കാളും കൂടുതൽ വുളു എടുക്കുമ്പോഴത്തേക്കും വെള്ളം ഓവറായി ചിലവാക്കുന്ന പ്രശ്നമല്ലാന്ന്. നമ്മൾ 4-ാം വട്ടവും 5-ാം വട്ടവും ചെയ്യുമ്പോൾ ആ വെള്ളം ഹൗദിലേക്ക് ഒലിച്ചു പോകുന്നുണ്ടെങ്കിലും
അവയവങ്ങളിൽ കുറച്ചൊക്കെ വെള്ളം ബാക്കി വരുമല്ലോ, അതനാവശ്യമല്ലേ? ഒരു കൂലി കിട്ടാത്ത പരിപാടിക്ക് വേണ്ടിയിട്ടല്ലേ അവയവങ്ങളിൽ വെള്ളം ബാക്കി വെക്കുന്നത്? അതനാവശ്യമല്ലേ എന്ന് മഹാനവറുകൾ ആ ഫതാവയിൽ മറുപടിയായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പണ്ഡിതന്മാർ വളരെ കനിശതയോടുകൂടെ പറഞ്ഞ കാര്യമാണ്, വുളു എടുക്കുമ്പോൾ വരെ കുളിക്കുമ്പോൾ വരെ 3 വട്ടത്തിനേക്കാളും കൂടുതൽ ചെയ്യാൻ പാടില്ല. 3 വട്ടം വുളു എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാക്കദാ അൽ വുളു, ഇതാണ് ഒറിജിനൽ വുളു, യഥാർത്ഥ വുളു ഇതാ, 3 വട്ടം ചെയ്യുക. ഫമൻ സാദ അലാ ഹാദാ ഔ നഖസ ഫഖദ് അസാഅ വളലം, ഒരാൾ ഇതിനേക്കാൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവന്റെ നടപടിക്രമം ശരിയല്ല, അവൻ അക്രമം കാട്ടിയവനാണ്, അവൻ ക്രമം തെറ്റിച്ചവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ വുളു എടുക്കുമ്പം വരെ 3 വട്ടത്തിനേക്കാളും കൂട്ടാൻ പാടില്ല, കുറക്കാനും പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ താരിഖ് ബാഗ്ദാദി ഖതീബുൽ ബാഗ്ദാദി തങ്ങൾ പല ബാഗ്ദാദിലും ജീവിച്ചു പോയ മഹാന്മാരുടെ കഥ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അസ്വദ് ബിൻ സാലിം റളിയല്ലാഹു അൻഹുവിന്റെ നിരവധി ചരിത്രങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്വദ് ബിൻ സാലിം റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ മുഹദ്ദിസായിരുന്നു, വലിയ സൂഫി വര്യനായിരുന്നു. ആറൂഫുൽ ഖർഫിയെ പോലത്തെ വലിയ വലിയ മഹാന്മാരുമായിട്ട് മൂപ്പർക്ക് ആത്മീയ ബന്ധമുണ്ടായിരുന്നു. ആ അസ്വദ് ബിൻ സാലിം റളിയല്ലാഹു അൻഹു മുഹദ്ദിസൊക്കെ ആണെങ്കിലും വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പോലും. വുളു എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കും, കുളിക്കുമ്പോഴും കൂടുതൽ വെള്ളം ഉപയോഗിക്കും. അങ്ങനെ കുറേ കാലം അതങ്ങനെ തുടർന്നു. പിന്നെ കാണുന്നില്ല, കുറേ കഴിഞ്ഞപ്പോൾ അത് നിർത്തി. പിന്നെ വെള്ളം വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങളെന്താ മുമ്പ് നല്ലോണം വെള്ളം ഉപയോഗിച്ചിരുന്നല്ലേ, ഇപ്പോൾ ഇത് നിർത്താൻ കാരണം? അപ്പോൾ മഹാനായ അസ്വദ് ബിൻ സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു ദിവസം തണുപ്പുള്ള രാത്രി സുബഹിക്ക് തൊട്ടടുത്ത സമയത്ത് തഹജ്ജുദിന് വേണ്ടി എണീച്ചു. തണുപ്പാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നത് കുറച്ചില്ല, പതിവ് പോലെ നല്ലോ വെള്ളം ഉപയോഗിച്ച് ഞാൻ വുളു എടുക്കുക. അന്നേരം എൻ്റെ പുറം ഭാഗത്തുനിന്ന് ആരോ എന്നെ വിളിച്ചു, യാ അസ്വദ്, അസ്വദേ എന്ന് വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ഫൈദാ ഹാത്തിഫു യഹ്തിഫു ബിഹി, ഒരു അശരീരിയാണത്, ആളെ കാണാത്ത ശബ്ദ. ഹാത്തിഫു എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രം കേൾക്കുന്ന, ആളെ കാണുന്നില്ല. അതുകൊണ്ട് മൊബൈൽ ഫോണിന് ഹാത്തിഫു എന്നാണല്ലോ പറയാ, ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ, എന്തില്ല, ആളെ കാണുന്നില്ല. അശരീരി എന്ന് പറയും മലയാളത്തിൽ. ഒരാളെന്നെ വിളിച്ചിട്ട് എന്നോട് എന്താ പറയുന്നത്, ഒരു സനദോടുകൂടിയുള്ള ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്താ ഹദീസ്? അൻ യഹ്യ ബിൻ സഈദ് അൽ അൻസാരി ഹദ്ദസനാ അൻ സഈദ് ബിൻ അൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. രണ്ടാളും പ്രഗത്ഭരായ താബീഈങ്ങളാണ്. സഈദ് ബിൻ അൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ജാവസൽ വുളൂഉ തലാസൻ ലം യർതഫി ഇല സമാ. ഒരാൾ വുളു എടുക്കുമ്പോൾ 3 വട്ടമാണ് അല്ലാഹുവും റസൂലും കൈകാനും തടവാനും നിർദ്ദേശിച്ചിട്ടുള്ളത്. അതും കവിഞ്ഞിട്ട് 4ലേക്കോ 5ലേക്കോ പോയാൽ ആ വുളു മേൽപോട്ട് പൊങ്ങൂല, അള്ളാഹു ആ വുളു സ്വീകരിക്കൂല, അള്ളാഹ്ക്ക് അങ്ങനത്തെ വുളു വേണ്ട എന്ന ഒരു ഹദീസ് ആ അശരീരി അസ്വദ് ബിൻ സാലിം റളിയല്ലാഹു അൻഹു കൂതിക്കൊടുത്തു. അപ്പം തന്നെ മഹാനവറുകൾ പറഞ്ഞു, ലാ അഊദു, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അമിതമായി വെള്ളം ഉപയോഗിക്കൂല. അപ്പോൾ നമ്മുടെ വുളുഇൻ്റെ പ്രതിഫലം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ വരെ കാരണമായി തീരും അമിതമായി വെള്ളം ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് വേനൽ ചൂട് തുടങ്ങുമ്പം തന്നെ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വീട്ടിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധ ഉണ്ടാവുമ്പോൾ നമുക്ക് സുഭിക്ഷമായ വെള്ളം അടുത്ത മഴ വരെ നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വരൾച്ചയിൽ നിന്നൊക്കെ നമ്മളെ സലാമത്താക്കി തരട്ടെ.